പൊന്നാനിയിൽ വീട്ടിൽ നിന്ന് 350 പവൻ സ്വർണം കവർന്നതിന് പിന്നിൽ പ്രൊഫഷണൽ സംഘമെന്ന നിഗമനം. സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 പേരടങ്ങുന്ന സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് സംശയം. പെരുമ്പടപ്പിൽ നിന്ന് പുരാതന വിഗ്രഹങ്ങളും 70 പവൻ സ്വർണവും മോഷ്ടിച്ചത് ഈ സംഘം തന്നെയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. അഷ്കർ അലി കരിമ്പ, ഈ മോഷ്ടാക്കൾ അത് ഒരു പ്രൊഫഷണൽ ടീമാണ് എന്ന ഒരു നിഗമനത്തിലൂന്നിയുള്ള അന്വേഷണമാണോ നടക്കുന്നത്? ഒരു സീരിയൽ റോബറി ടീം അങ്ങനെയാണോ അനുമാനം? സുജിയ, അത്തരമൊരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസും സംശയം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സ്വാഭാവികമായും പൊന്നാനി മേഖലയൊക്കെ തന്നെ വലിയൊരു ആശങ്ക നടത്തുന്ന കവർച്ച തന്നെയായിരുന്നു. കാരണം അടച്ചിട്ട വീടിൻ്റെ ലോക്കറിൽ കുത്തിപ്പൊളിച്ചാണ് 2 കോടി രൂപയോളം വില മതിക്കുന്ന 350 പവൻ സ്വർണം ഈ മോഷണ സംഘം കവർന്നിരിക്കുന്നത്. അത് ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ അടച്ചിട്ട വീട്ടിലേക്ക് ജോലിക്കാർ വീട് വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നു തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും പോലീസ് തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആദ്യം വീട്ടിലെ CCTV ദൃശ്യങ്ങളായിരുന്നു പോലീസ് പരിശോധിച്ചിരുന്നത്. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയും അതിന് DVR അടക്കം മോഷ്ടാക്കൾ കവരുകയും ചെയ്തിരുന്നു. ഇത് തന്നെ പോലീസിന് ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇതിന് സമാനമായ രീതിയിൽ നടന്ന മറ്റ് 2 മോഷണങ്ങൾ കൂടി പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന് പെരുമ്പടപ്പിൽ ഒരു മനയിൽ നടന്ന മോഷണമായിരുന്നു. അവിടെ നിന്ന് പുരാതനമായ വിഗ്രഹങ്ങളും 10 പവൻ സ്വർണവുമാണ് ആ മനയിൽ നിന്ന് മോഷണം പോയത്. തൊട്ടടുത്ത് മറ്റൊരു വീട്ടിൽ നിന്നും പെരുമ്പടപ്പിൽ വെച്ച് തന്നെ 70 പവൻ സ്വർണവും മോഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഈ ഒരാഴ്ച ഇടവേളയിലാണ് ഈ മോഷണങ്ങളൊക്കെ തന്നെ തുടർച്ചയായി സംഭവിച്ചത്. സ്വാഭാവികമായും ഇതിന് പിന്നിൽ ഒരേ സംഘം തന്നെയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല കൃത്യമായ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ആസൂത്രണ മികവോടെ തന്നെയാണ് ഈ മോഷണങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. ഇത് പിന്നിൽ ഒരു 2 സംഘമാണോ എന്നുള്ള സംശയം പോലീസ് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്ഥിരമായി ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും സമീപകാലത്ത് നിന്ന് ജയിലിൽ ഇറങ്ങിയ ആളുകൾ ജയിലിൽ നിന്ന് മോചിതനാവുകയോ അല്ലെങ്കിൽ ജാമ്യം നേടി പുറത്തു വരികയോ ചെയ്ത മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. മാത്രമല്ല പൊന്നാനിയിലെ ഐശ്വര്യ തിയേറ്ററിന് സമീപത്തുള്ള മണത്തൽ രാജീവിൻ്റെ വീട്ടിലാണ് ഇത്തരത്തിൽ ഈ 350 പവൻ സ്വർണം കവരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. കാര്യമായ ഒരു തുമ്പോ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ വലിയൊരു പരിശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതികളെ പിടികൂടുന്നതിന് നടന്നുകൊണ്ടിരിക്കുന്നു. പോലീസിൻ്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ട്. കാരണം തുടർച്ചയായി നടക്കുന്ന മോഷണങ്ങൾ ഈ മേഖലയെ ആശങ്കയിലാഴ്ത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുജിയ, ഓക്കെ, സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അഷ്കർ അലി കരിമ്പ പങ്കുവച്ചത്.